ജാവയിലെ സ്ട്രിങ്ങുകളെ ഒന്ന് താരതമ്യം ചെയ്താലോ? ആദ്യം സ്ട്രിങ്. ഇതിനെ ഒരു കല്ലിൽ കൊത്തിയ അക്ഷരം പോലെ കാണാം. ഒരിക്കൽ കൊത്തിക്കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറയുന്നത്. എന്തെങ്കിലും മാറ്റണമെങ്കിൽ ആ കല്ല് മാറ്റി പുതിയൊരു കല്ല് തന്നെ വേണം. അടുത്തത് സ്ട്രിങ് ബിൽഡർ. ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു പേഴ്സണൽ റഫ് നോട്ട് ബുക്ക് പോലെയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പെൻസിൽ വെച്ച് എഴുതാം, മായ്ക്കാം, വീണ്ടും തിരുത്താം. അതുകൊണ്ട് തന്നെ ഇതിനെ മ്യൂട്ടബിൾ ആണെന്ന് പറയാം. പക്ഷേ ഒരേ സമയം ഒരാൾക്ക് മാത്രമേ ഇതിൽ എഴുതാൻ പറ്റൂ. അതായത് ഒരു സമയം ഒരു ത്രെഡിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇനി സ്ട്രിങ് ബഫർ. ഇതൊരു ഷെയർഡ് വൈറ്റ് ബോർഡ് പോലെയാണ്. ഒരേ സമയം പലർക്കും ഇതിൽ വന്ന് എഴുതാനും തിരുത്താനും പറ്റും. അതായത് ഒന്നിൽ കൂടുതൽ ത്രെഡുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ത്രെഡുകൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇതിനെ ത്രെഡ് സേഫ് എന്ന് വിളിക്കുന്നു. ഇനി ഇവയുടെ വേഗത ഒന്ന് താരതമ്യം ചെയ്താൽ ഏറ്റവും സ്ലോ നമ്മുടെ സ്ട്രിങ് ആണ്. കാരണം ഓരോ തവണ മാറ്റം വരുത്തുമ്പോഴും പുതിയൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കേണ്ടി വരുന്നത് ഇതിന്റെ വേഗത കുറയ്ക്കുന്നു. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളത് സ്ട്രിങ് ബിൽഡറാണ്. ഇതിൽ നമുക്ക് ഡേറ്റ നേരിട്ട് മാറ്റാൻ കഴിയുന്നതും ഈ സമയം ഒരു ത്രെഡ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നത് കാരണം സിങ്ക്രണൈസേഷൻ അല്ലെങ്കിൽ സുരക്ഷാ പരിശോധനകളോ ത്രെഡ് സേഫ്റ്റി ഒന്നും ഇല്ലാത്തതും ഇതിനെ വേഗത്തിലാക്കുന്നു. ഇനി ഇവ രണ്ടിനും ഇടയിലാണ് സ്ട്രിങ് ബഫറിന്റെ സ്ഥാനം. അതായത് ഒരു മീഡിയം സ്പീഡ്, പലർക്കും ഒരേ സമയം, അതായത് പല ത്രെഡുകൾക്കും ഒരേ സമയം സുരക്ഷിതമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ത്രെഡ് സേഫ്റ്റി നടക്കുന്നതുകൊണ്ട് സ്ട്രിങ് ബിൽഡറിനേക്കാൾ അല്പം വേഗത കുറവായിരിക്കും. ചുരുക്കത്തിൽ വേഗത വേണമെങ്കിൽ സ്ട്രിങ് ബിൽഡർ, ത്രെഡ് സേഫ്റ്റി വേണമെങ്കിൽ സ്ട്രിങ് ബഫർ, ഇടയ്ക്കിടെ മാറ്റങ്ങൾ വേണ്ടെങ്കിൽ സ്ട്രിങ്ങും ഉപയോഗിക്കാം. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.